ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണ്. പാലപ്പത്തിന് വേണ്ടത് ഇതിപ്പോൾ വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 3 കപ്പ് വറുത്ത അരിപ്പൊടി അരിച്ചതാണ്. 3 ടേബിൾ സ്പൂൺ തരിതരിപ്പായിട്ടുള്ള അരിപ്പൊടിയാണിത്. അരിച്ചതിൻ്റെ ബാക്കിയാണിത്. 3 ടേബിൾ സ്പൂണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 3 ടീസ്പൂൺ പാല്, ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചിട്ട് അത് കലക്കിയിട്ട് പൊങ്ങാൻ വയ്ക്കാം. 3-4 സ്പൂണ് ഒഴിക്കാം. ചെറു ചൂട് മിൽക്ക് വേണം ഒഴിക്കാൻ. ഇത് നന്നായിട്ട് കലക്കിയിട്ട് ഇത് പൊങ്ങാനായിട്ട് വെക്കാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി അരിച്ചത് തരിതരിപ്പായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കുറുക്കാം. കട്ട കെട്ടാതെ നന്നായി ഇളക്കി കുറുക്കണം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം ഇത് മാവിൽ മിക്സ് ചെയ്യാം. ഇനി ഈ മാവിലേക്ക് തണുത്ത കാച്ചി വെച്ചിരിക്കുന്ന തരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം വേണം ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാൻ. ഇതിലേക്ക് ഈസ്റ്റ് പൊങ്ങിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇത് 8 മുതൽ 10 മണിക്കൂർ വരെ പൊങ്ങാനായിട്ട് മൂടി വെക്കാം. ഇതിപ്പം 9 മണിക്കൂർ കഴിഞ്ഞതാണ്. മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു തേങ്ങ പിഴിഞ്ഞ തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിച്ച് എടുക്കാം. തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 3 കപ്പ് വെള്ളം തേങ്ങാപ്പാലിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ മാവ് നന്നായിട്ട് കലക്കി വെക്കുക. ഈ മാവ് ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. വല്ലാതെ കട്ടി കൂടുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കുക. ഇനി ഇതിനെ മൂടി 1 മണിക്കൂർ വെച്ച ശേഷം പാലപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ മാവാണ്. മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതിന് അപ്പം ചുടാം. ഈ ഒരു തിക്നെസ്സാണ് അപ്പത്തിൻ്റെ മാവിന് വരുന്നത്. കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കുക. ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഇവിടെ ഞാൻ ഇരുമ്പ് അപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചൂടാകുമ്പോഴേക്ക് നല്ലെണ്ണ മുക്കിയത് ഒന്ന് തുടച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. മെല്ലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം.